ഒരു കമ്പനി അധിക ചിലവുകളില്ലാതെ നിലവിലുള്ള ഓഹരിയുടമകൾക്ക് നൽകുന്ന അധിക ഓഹരികളാണ് ബോണസ് സ്റ്റോക്കുകൾ. ഈ ഓഹരികൾ ഷെയർ ഹോൾഡറുടെ നിലവിലുള്ള ഹോൾഡിംഗിന് ആനുപാതികമായി ഇഷ്യൂ ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് 1:1 ബോണസ് ഇഷ്യൂ എന്നതിനർത്ഥം ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ ഉടമസ്ഥതയിലുള്ള ഓരോ ഷെയറിനും ഒരു അധിക ഷെയർ ലഭിക്കും എന്നാണ്. കമ്പനികൾ അവരുടെ നിലനിർത്തിയ വരുമാനം മുതലാക്കാനും നിക്ഷേപകർക്ക് പ്രതിഫലം നൽകാനും ബോണസ് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇത് കമ്പനിയുടെ മൊത്തത്തിലുള്ള വിപണി മൂല്യത്തിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിലും വിപണിയിലെ മൊത്തം ഷെയറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക ശക്തിയുടെയും ഭാവിയിലെ വളർച്ചയിലെ ആത്മവിശ്വാസത്തിന്റെയും അടയാളമായാണ് ബോണസ് ഇഷ്യൂകൾ പലപ്പോഴും കാണുന്നത്. ഇത്തരത്തിൽ ബോണസ് നൽകുന്ന ഒരു പെന്നി ഓഹരിയെക്കുറിച്ചുള്ള വിശദാംശം നോക്കാം. പൾസർ ഇന്റർനാഷണൽ ലിമിറ്റഡ്. 1990 സ്ഥാപിതമായ പൾസർ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഫിനാൻസിന്റെയും നിക്ഷേപത്തിന്റെയും ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു നിക്ഷേപ കമ്പനിയാണ്. ഇത് 1990 അർലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി സംയോജിപ്പിക്കപ്പെട്ടു. 1996 പൾസർ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. Technical levels. സ്റ്റോക്ക് പ്രകടനം. പൾസർ ഇന്റർനാഷണലിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം മിതമായ വളർച്ചയാണ് പ്രകടിപ്പിച്ചത്. ഇത് കമ്പനിയുടെ സ്ഥിരതയും ബിസിനസ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നു. പോസിറ്റീവ് മാർക്കറ്റ് സെന്റിമെന്റും മാർക്കറ്റ് മാന്ദ്യത്തിനിടയിലെ തിരുത്തലുകളും കാരണം സ്റ്റോക്ക് മുകളിലേക്കുള്ള ചലനത്തിന്റെ കാലഘട്ടങ്ങൾ കണ്ടു. ദീർഘകാല നിക്ഷേപകർക്ക് അതിന്റെ സ്ഥിരമായ പ്രകടനത്തിൽ നിന്ന് പ്രയോജനം ലഭിച്ചു. പൾസർ ഇന്റർനാഷണൽ അതിന്റെ പ്രധാന വിഭാഗങ്ങളിലെ വരുമാന വളർച്ചയുടെ പിന്തുണയോടെ സ്ഥിരമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെച്ചു. നവീകരണത്തിലും ആഗോള വിപുലീകരണത്തിലും കമ്പനിയുടെ ശ്രദ്ധ അതിന്റെ ലാഭക്ഷമതയ്ക്ക് കാരണമായി. എന്നിരുന്നാലും സ്റ്റോക്ക് ലിക്വിഡിറ്റി ചില നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കാം. സ്റ്റോക്ക് നിർണായക തലങ്ങളിൽ പിന്തുണ നിലനിർത്തിയതായി സാങ്കേതിക വിശകലനം വെളിപ്പെടുത്തുന്നു. ഉയർന്ന വിലയിൽ ഇടയ്ക്കിടെ പ്രതിരോധം ഇടത്തരം മുതൽ ദീർഘകാല വളർച്ചയിലേക്ക് ഉറ്റുനോക്കുന്ന നിക്ഷേപകർ ഇത് ഒരു നല്ല അവസരമായി കാണുന്നു, പ്രത്യേകിച്ചും കമ്പനിയുടെ വൈവിധ്യമാർന്ന ബിസിനസ് മോഡൽ കണക്കിലെടുക്കുമ്പോൾ. ബോണസ് ഇഷ്യൂ. ഫെർട്ടിലൈസിംഗ് വിഭാഗത്തിലെ വ്യാപാര വിതരണ കമ്പനിയായ പൾസർ ഇന്റർനാഷണലാണ് മുന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. പൾസർ അതിന്റെ വരാനിരിക്കുന്ന ബോണസ് ഇഷ്യൂവിനായി 1:10 എന്ന അനുപാതത്തിൽ റെക്കോർഡ് തീയതി നിശ്ചയിച്ചിരിക്കുന്നു. 2024 കമ്പനി 10:1 അനുപാതത്തിൽ സ്റ്റോക്ക് വിഭജനം നടത്തിയതിനു ശേഷമാണ് ഏറ്റവും പുതിയ റിവാർഡുകൾ വരുന്നത്. മൊത്തത്തിൽ YTD ഇതുവരെ 92% വർദ്ധിച്ചു. അതേസമയം അതിന്റെ ദീർഘകാല നേട്ടങ്ങൾ 14,082% ആണ്. ബോണസ് ഓഹരികൾ. കമ്പനിയുടെ ബോണസ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അർഹതയുള്ള ഷെയർ ഹോൾഡർമാരുടെ യോഗ്യത കണ്ടെത്തുന്നതിനായി കമ്പനി 2024 സെപ്റ്റംബർ 28 ശനിയാഴ്ച റെക്കോർഡ് തീയതി ആയി നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ പൂർണ്ണമായി പണമടച്ച ഇക്വിറ്റി ഷെയറിന് ₹1 മുഖവിലയുള്ള ഓരോ 10 ഇക്വിറ്റി ഷെയറിനും ₹1 മുഖവിലയുണ്ട്, അതായത് 1:10. പൾസർ ഇന്റർനാഷണൽ സ്റ്റോക്ക് സ്പ്ലിറ്റ്. 10:1 അനുപാതത്തിന്റെ ഓഹരി വിഭജനത്തിന് ശേഷമാണ് ബോണസ് ഇഷ്യൂ വരുന്നത്. 2024 ഏപ്രിൽ 19 കമ്പനി എക്സ്പ്ലിറ്റായി മാറി. അവിടെ ₹10 മുഖവിലയുള്ളത് ₹1 വിഭജിച്ചു. ഒരു ഇക്വിറ്റി ഷെയർ 10 ഇക്വിറ്റി ഷെയറുകളായി തിരിച്ചിരിക്കുന്നു. സാധാരണയായി ഓഹരി വിഭജനം അർത്ഥമാക്കുന്നത് ലിസ്റ്റഡ് കമ്പനികൾക്ക് അവരുടെ നിലവിലുള്ള ഷെയറുകൾ പല കാരണങ്ങളാൽ അവർ തീരുമാനിക്കുന്ന അനുപാതത്തിലേക്ക് വിഭജിക്കാം എന്നാണ്. പണലഭ്യത മെച്ചപ്പെടുത്തുന്നതിനും സ്റ്റോക്കിന്റെ മൂല്യം കുറയ്ക്കുന്നതിനും വിലകുറഞ്ഞതാക്കുന്നതിനും നിലവിലുള്ളതും പുതിയതുമായ നിക്ഷേപകരിൽ നിന്ന് പുതിയ വാങ്ങലുകൾ ആകർഷിക്കുന്നതിനോ ഇവ ചെയ്യാവുന്നതാണ്. പൾസർ ഇന്റർനാഷണൽ ഓഹരി വില ലക്ഷ്യം. പൾസർ ഇന്റർനാഷണൽ സ്റ്റോക്ക് വില ഡെയിലി ചാർട്ടുകളിൽ 16 ശക്തമായ പ്രതിരോധം കാണിക്കുന്നു. ഡെയിലി ക്ലോസ് സപ്പോർട്ട് 15 താഴെയുള്ളത് സമീപകാലത്ത് 12 എന്ന ലക്ഷ്യത്തിലേക്ക് നയിച്ചേക്കാം. ഓഹരി വില പ്രകടനം. 3 വർഷത്തെ സ്റ്റോക്ക് വില 310% CAGR ഉള്ള കമ്പനിക്ക് 100 കോടിയിലധികം വിപണി മൂലധനമുണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടർമാർ 7,67,862 ഓഹരികൾ വിറ്റു.
2024 മാർച്ചിലെ 10% താരതമ്യം ചെയ്യുമ്പോൾ 2024 ജൂണിൽ അവരുടെ ഓഹരി 9% കുറഞ്ഞു. കമ്പനിയിൽ വായ്പയില്ലാത്തതിനാലോ കമ്പനി പലിശയൊന്നും നൽകാത്തതിനാലോ കമ്പനി കടരഹിതമാണ്. 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 6 രൂപയിൽ നിന്ന് 160%-ത്തിലധികം മൾട്ടിബാഗർ റിട്ടേൺ നൽകി. 3 വർഷത്തിനുള്ളിൽ 8250%-വും 5 വർഷത്തിനുള്ളിൽ 14300%-വും. Prediction. Conclusion. പൾസർ ഇന്റർനാഷണൽ ലിമിറ്റഡ് അതിന്റെ വൈവിധ്യമാർന്ന ബിസിനസ് മോഡലും സ്ഥിരമായ സാമ്പത്തിക പ്രകടനവും കാരണം ദീർഘകാല വളർച്ചയ്ക്കുള്ള സാധ്യതകൾ പ്രകടമാക്കുന്നു. ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ വളർന്നുവരുന്ന സാങ്കേതികവിദ്യകളിലേക്ക് വിപുലീകരിക്കുന്നതിൽ കമ്പനിയുടെ ശ്രദ്ധ ഒരു പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണ്. കമ്പനിയുടെ സ്ഥിരമായ ഡിവിഡൻഡ് നയവും വളർന്നുവരുന്ന സാങ്കേതികവിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഭാവിയിലെ വളർച്ചയ്ക്ക് സാധ്യത നൽകുന്നു. Thank you.